എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ കാനപ്പി കൊലാപ്സ് അറ്റ് ഡൽഹി എയർപോർട്ട് ലീവ്സ് 1 ഡെഡ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഡൽഹി എയർപോർട്ടിൻ്റെ ഒരു ടെർമിനലിൻ്റെ ഒരു ഭാഗം അത് പൊട്ടി താഴെ വീഴുകയും അവിടെ ഓരോ ടാക്സി ക്യാബ് ഡ്രൈവേഴ്സിൻ്റെ ഒരു റോ ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ക്യാബ് ഡ്രൈവർ മരിക്കുകയും ചെയ്തു. ഓക്കെ, ഇത് GS4 എത്തിക്സിൽ പബ്ലിക് ലൈഫായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ്. ഓക്കെ, നമ്മുടെ സിലബസിൽ തന്നെയുള്ളൊരു ടോപ്പിക്കാണ്. എത്തിക്സ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനെയുള്ള കറപ്ഷൻ അങ്ങനെയുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കാണാം. ഓക്കെ, ഇതിനൊരു ആൻസർ റൈറ്റിംഗ് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്കൊരു കോമൺ ആൻസർ റൈറ്റിംഗ് തീമിൽ ഈ പെർസ്പെക്റ്റീവിൽ നമുക്കിത് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇന്ത്യ അച്ചീവ്സ് ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്കം ഇൻ FATF ഇവാലുവേഷൻ. അപ്പോൾ ഇത് നമ്മൾ GS2 ഇൻ്റർനാഷണൽ ബോഡീസിൽ റിലേറ്റഡ് ആയിട്ട് FATF എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് നമ്മൾ കൂടുതലും നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ ടൈപ്സ് ഓഫ് ലിസ്റ്റ്, ഇതിൻ്റെ ഇവാലുവേഷൻ എങ്ങനെയാണ്, ഇതിനകത്ത് മെമ്പർ കൺട്രീസ് എങ്ങനെയാണ്, ഇന്ത്യയുടെ മെമ്പർഷിപ്പ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് നോക്കും. പിന്നെ ഇത് ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഉള്ളൊരു ന്യൂസാണ്. ഇതൊരു ചെറിയൊരു ന്യൂസാണ്. ബ്രിങ് ടു ലൈറ്റ് ദി ഇമേജ് ബേസ് ചെയ്തിട്ട് ഒരു ടെമ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിലെ സോമാപൂർ എന്ന് പറയുന്ന മൈസൂരിലുള്ളൊരു ടെമ്പിൾ, ഹൊയ്സാല ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ അതെങ്ങനെയാണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആകുന്നത്, പിന്നെ ഹൊയ്സാല ടെമ്പിൾ ആർക്കിടെക്ചറിനെ കുറിച്ചും ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കും. അത് GS1 ആർട്ട് ആൻഡ് കൾച്ചർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് നോക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കാനപ്പി കൊളാപ്സ് ഡൽഹി എയർപോർട്ട് ലീവ്സ് 1 ഡെഡ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പേജിൽ തന്നെയുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നമുക്കറിയാം ഇതൊരു പബ്ലിക് അല്ലെങ്കിൽ ഒരു സിറ്റിസൺ പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. അപ്പോൾ എത്തിക്സിൽ നമുക്കറിയാം ഒരു പബ്ലിക് ലൈഫ് അല്ലെങ്കിൽ ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ അതിൻ്റെ ഒരു ആൻസർ റൈറ്റിങ്ങിലൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു കോട്ട് കൊടുക്കാം. എത്തിക്സിൻ്റെ ആൻസറിലൊക്കെ നമുക്ക് കോട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഒരു ഫേമസ് പേഴ്സണാലിറ്റിയുടെ കോട്ട്. അപ്പോൾ കോട്ടെന്ന് പറയുമ്പോൾ എന്താ, ദ ട്രൂ മെഷർ ഓഫ് any society can be found in how it treats its most vulnerable members. ഓക്കെ, ഇത് മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ്. നമുക്കറിയാം ഇതിൻ്റെ ഒരു അർത്ഥം ഉദ്ദേശിക്കുന്നത് ഹൗ ഡെവലപ്ഡ് എ കൺട്രി അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അവിടുത്തെ വൾണറബിൾ ആയിട്ടുള്ള മെമ്പേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതൊരു കോട്ട് നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഓരോ ടോപ്പിക് ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ കോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു കോട്ട് സ്യൂട്ടബിൾ ആണെന്ന് തോന്നി, അതാണ് ഞാനിത് ആഡ് ചെയ്തത്. ഓക്കെ, എത്തിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ ദ ഡൽഹി എയർപോർട്ട് കാനപ്പി കൊളാപ്സ്. ഒന്നെന്ന് പറയുന്നത് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ, ദ ഇൻസിഡൻറ്റ് റൈസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹൂ ബെയർസ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ പബ്ലിക് സേഫ്റ്റി ഇൻ പ്രൈവറ്റൈസ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, ഇതിൻ്റെ കേസിൽ ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോഴേക്കും നമുക്കറിയാം ഇത് 2 ഗവൺമെൻറ്റും ഭരിച്ചിരുന്ന സമയത്ത് ഈ എയർപോർട്ടിൽ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു നടന്നതെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ്റും ഒരു ഓപ്പോസിഷനും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും തന്നെ റെസ്പോൺസിബിലിറ്റി എടുത്തില്ല. ഓക്കെ, ഈവൻ ദോ ഒരു ഡെത്ത് ഉണ്ടായിട്ട് പോലും അവരെന്ത് ചെയ്തു, ഒരു ബ്ലെയിം ഗെയിം അവിടെ പ്ലേ ചെയ്തു. ഓക്കെ, ദ എത്തിക്കൽ ലീഡേഴ്സ് മസ്റ്റ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ഫെയിലിയേഴ്സ് ആൻഡ് വർക്ക് ടു പ്രിവെൻറ്റ് ഫ്യൂച്ചർ ഒക്കറൻസസ്. പിന്നെ ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ്. അപ്പം ഫുൾ ഡിസ്ക്ലോഷർ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻസ് ഫൈൻഡിങ്സ് ഈസ് ക്രൂഷ്യൽ ടു മെയിൻറ്റെയിൻ പബ്ലിക് ട്രസ്റ്റ്. എത്തിക്കൽ ഗവർണൻസ് റിക്വയർസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഈവൻ വെൻ ഇറ്റ് റിവീൽസ് ഷോർട്ട് കമ്മിങ്സ്. അപ്പോൾ എത്തിക്കൽ ആയിട്ടുള്ളൊരു ഗവർണൻസിൽ നമുക്കൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണം, അല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആണ് വേണ്ടത്. വിച്ച് ഇൻ ടേൺ ജനറേറ്റ്സ് പബ്ലിക് ട്രസ്റ്റ്. ഓക്കെ, നമ്മൾ അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കി, ട്രാൻസ്പെറൻസി ആൻഡ് ട്രസ്റ്റ് നമ്മൾ നോക്കി. പിന്നെ സേഫ്റ്റി ആൻഡ് പ്രോഫിറ്റ്. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇൻസിഡൻറ്റ് ഹൈലൈറ്റ്സ് എത്തിക്കൽ ടെൻഷൻ ബിറ്റ്വീൻ കട്ടിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കട്ടിംഗ് മെഷേഴ്സ് ആൻഡ് എൻഷുറിങ് റോബസ്റ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. അതായത് ഒരു മിനിമൽ ആയിട്ടുള്ള പ്രോഫിറ്റ് മോട്ടീവായിട്ട് പോകുന്നതിനേക്കാളിലും ബെനിഫിറ്റ് ആയിട്ട് എന്താണ്, ഒരു സേഫ്റ്റി പെർസ്പെക്റ്റീവിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ പ്ലാനിങ്ങും കാര്യങ്ങളും നമ്മൾ നടത്തേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പ്രയോറിറ്റൈസിങ് പബ്ലിക് സേഫ്റ്റി ഓവർ ഫൈനാൻഷ്യൽ ഗെയിൻസ് ഈസ് എ കീ എത്തിക്കൽ ഇമ്പാരറ്റീവ് ഫോർ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എൻറ്റിറ്റീസ്. പിന്നെ ഡ്യൂട്ടി ഓഫ് കെയർ. എയർപോർട്ട് അതോറിറ്റീസ് ആൻഡ് ഗവൺമെൻറ് റെഗുലേറ്റേഴ്സ് have an ethical obligation to ensure the safety of travelers and staff. Regular inspections and maintenance should be viewed as moral imperatives, not just legal requirements. ഓക്കെ, നമ്മൾ ഇപ്പം നമുക്കറിയാം ഈ കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ സബ് കോൺട്രാക്ട് കൊടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും
അവിടെ കറപ്ഷൻ ഉണ്ട്. കാരണം ഈ പബ്ലിക് അതോറിറ്റീസ് ഒക്കെ ആണെങ്കിലും ദേ ടേക്ക് ബ്രൈബ്സ്. അതൊരു ഫാക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ബ്രൈബ്സ് കൊടുക്കുമ്പോഴേക്കും ആക്ച്വലി ഈവൻ ദോ ദേ വാണ്ടഡ് ടു ഡു എ ഗുഡ് വർക്ക്, ഇങ്ങനൊരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണമെന്ന് അവർക്ക് താല്പര്യം കാണും. കാരണം അൾട്ടിമേറ്റ്ലി ആ ഒരു കമ്പനിയുടെ ക്രെഡിബിലിറ്റിനെയാണല്ലോ ഇത് ബാധിക്കുന്നത്. പക്ഷേ ഈ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള കറപ്ഷൻസും ഈ മണി ഷെയറിങ് മെൻറ്റാലിറ്റി ഉള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ ഗവർണൻസ് സ്ട്രക്ചർ ഉള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എന്ത് പറ്റും, ഈ കോൺട്രാക്ടറിന് പ്രോഫിറ്റോ കിട്ടത്തില്ല, അൾട്ടിമേറ്റ്ലി സേഫ്റ്റി അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റിസ് ആൻഡ് കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് വിക്ടംസ് ആൻഡ് ദെയർ ഫാമിലീസ് ഇൻവോൾവ്സ് ഫെയർ കോമ്പൻസേഷൻ ആൻഡ് സപ്പോർട്ട്. പിന്നെ ഗവൺമെൻറ്റ്സ് ക്വിക്ക് അനൗൺസ്മെൻറ്റ് ഓഫ് എക്സ് ഗ്രാഷ്യ പേയ്മെൻറ്റ്സ് ഡെമോൺസ്ട്രേറ്റ് എ കമ്മിറ്റ്മെൻറ്റ് ടു ദിസ് പ്രിൻസിപ്പിൾ. പിന്നെ സിസ്റ്റമാറ്റിക് റിഫോം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നു. ഓക്കെ, അതിൽ എത്തിക്കൽ റെസ്പോൺസ് ഗോസ് ബിയോണ്ട് അഡ്രസ്സിങ് ദിസ് സിംഗിൾ ഇൻസിഡൻറ്റ് ടു റിഫോമിംഗ് സിസ്റ്റംസ് ദാറ്റ് അലൗഡ് ഇറ്റ് ഒക്കർ. അപ്പോൾ ഇതിനകത്ത് ഓരോ സിസ്റ്റത്തിലും എൻക്വയറി പോകണം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇവൻറ്റ് നടന്നത്, അതിൽ കോൺട്രാക്ടറിനെ ആണെങ്കിൽ ബ്ലെയിം ആണെങ്കിൽ അവിടെ നോക്കുക, അതിൽ ബ്യൂറോക്രാറ്റിക് ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ ആ ഒരു രീതിയിൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള അപ്രോച്ചിൽ വേണം ഈ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഈ ഒരു ഫെയിലിയറിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട്. പ്രൊആക്റ്റീവ് മെഷേഴ്സ് ടു ഇൻസ്പെക്ട് ഓൾ എയർപോർട്ട്സ് ഷോ ആൻ എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റ് ടു പ്രിവെൻറ്റിംഗ് ഫ്യൂച്ചർ ട്രാജഡീസ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി പറയുമ്പോൾ ഇമ്പാക്ട് ഓഫ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ ഹൈലൈറ്റ്സ് എത്തിക്കൽ നീഡ് ടു കൺസിഡർ ക്ലൈമറ്റ് റിസൈലൻസ് ഇൻ ഡിസൈൻ ആൻഡ് മെയിൻ്റനൻസ്. പിന്നെ എത്തിക്കൽ ലീഡർഷിപ്പ് ഇൻ ക്രൈസിസ് എന്ന് പറയുമ്പോൾ റെസ്പോൺസ് ഓഫ് അതോറിറ്റീസ് ഇൻക്ലൂഡിംഗ് പ്രോബ് ആൻഡ് ഇൻസ്പെക്ഷൻസ് ഡെമോൺസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്വിഫ്റ്റ് ഡിസിസീവ് ആക്ഷൻ ഇൻ അപ്ഹോൾഡിംഗ് പബ്ലിക് സേഫ്റ്റി. ലേണിംഗ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വേ ഫോർവേഡ് പോലെ പറയുമ്പോഴേക്ക് എത്തിക്കൽ അപ്രോച്ച് ഇൻവോൾവ്സ് എന്താണ് ട്രീറ്റിംഗ് ദ ഇൻസിഡൻറ്റ് ആസ് എ ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അക്രോസ് ഓൾ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ. നമുക്കറിയാം ഈവൻ ദോ ദിസ് ഗവൺമെൻറ് ഇസ് മോർ ഫോക്കസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ്, ബട്ട് ഡെവലപ്മെൻറ്റ് ഷുഡിൻ ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ്. അല്ലെങ്കിൽ സിറ്റിസൺസിൻ്റെ ലൈഫിന് പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കുക, എന്നിട്ട് വേണം ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ. ബാലൻസിങ് ഇൻട്രസ്റ്റ്. എത്തിക്കൽ ചാലഞ്ച് ഓഫ് ബാലൻസിങ് നീഡ്സ് ഓഫ് എഫക്റ്റഡ് പാസഞ്ചേഴ്സ് വിത്ത് ദ ലാർജർ സേഫ്റ്റി കൺസേൺ ഓഫ് ക്ലോസിംഗ് പാർട്സ് ഓഫ് ദ എയർപോർട്ട് ഫോർ ഇൻവെസ്റ്റിഗേഷൻ. പബ്ലിക്കിന് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ഈ ഒരു ഇൻവെസ്റ്റിഗേഷനും അങ്ങനത്തെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കൺക്ലൂഷൻ വേണം കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ എന്താണ്, പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിൽ എത്തിക്കലി അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ അതോറിറ്റീസിനുണ്ട്. ആ രീതിയിൽ വേണം ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യാൻ. അങ്ങനെയുള്ള രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഒരു കൺക്ലൂഷനും കൊടുക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എത്തിക്സ് പെർസ്പെക്റ്റീവിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു ബേസിക് ആൻസർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിങ്ങിങ് ടു ലൈറ്റ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ കർണാടകയുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഈ കഴിഞ്ഞ 2022 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് സോമനാഥ്പൂരിനെ ഇത് ചെയ്തത്. ഓക്കെ, അപ്പോൾ മൈസൂർ ടൂറിസം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഈ ഏരിയാസൊക്കെ അവർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു ന്യൂസായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മൾ നോക്കാൻ പോകുന്നത് ഹൊയ്സാല ആർക്കിടെക്ചറുണ്ട്, അതുപോലെ തന്നെ ഈ സോമനാഥ്പൂരിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വേറെ 2 ടെമ്പിൾസും കൂടി യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഹൊയ്സാല ടെമ്പിൾസ് ലൊക്കേറ്റഡ് ഇൻ ബേലൂർ, ഹലബിഡ്, പിന്നെ സോമനാഥ്പൂർ ഇൻ കർണാടക വെയർ ഗ്രാൻഡഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് മേക്കിംഗ് എ സിഗ്നിഫിക്കൻറ്റ് മൊമെൻറ്റ് ഫോർ ദീസ് ആർക്കിടെക്ചറൽ മാർവൽസ്. അപ്പോൾ ഹൊയ്സാല ടെമ്പിൾസ് ആൻഡ് ദർ നോമിനേഷൻ ഒന്ന് പ്രീവിയസ് റെക്കഗ്നേഷൻ എന്ന് പറയുമ്പോൾ ചെന്നകേശ്വര ടെമ്പിൾ അറ്റ് ബേലൂർ ആൻഡ് ദ ഹൊയ്സാലേശ്വര ടെമ്പിൾ ഇൻ ഹലബിഡു, both situated in Hassan district, have been on UNESCO's tenancy list since 2014. പിന്നെ ഇതിൻ്റെ എക്സ്പാൻഷൻ ആൻഡ് നോമിനേഷൻ പിന്നെ കേശവ ടെമ്പിൾ ഓഫ് സോമനാഥ്പൂർ മൈസൂറാണ് എന്താണ് 2022 അതിനെ ടെനൻസി ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യുകയും യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റായിട്ട് അംഗീകരിക്കുകയും ചെയ്തത്. ഓക്കെ, അത് മൈസൂർ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അപ്പോൾ ഡിസ്റ്റിങ് ഫീച്ചേഴ്സ് ഓഫ് ഹൊയ്സാല ടെമ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഡിസ്റ്റിങ് ആർക്കിടെക്ചറൽ സ്റ്റൈലാണ്. ഹൊയ്സാല ടെമ്പിൾസ് ആർ റിനോൺ ഫോർ ദെയർ ആർക്കിടെക്ചർ സ്റ്റൈൽസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഓർണേറ്റ് ഡിസൈൻസ് ആൻഡ് എ സ്റ്റെല്ലേറ്റ് പ്ലാൻ ബിൽറ്റ് ഓൺ റേസ് പ്ലാറ്റ്ഫോംസ്. പിന്നെ യൂണിക് മെറ്റീരിയലാണ്. ദീസ് മെറ്റീരിയൽസ് ആർ കൺസ്ട്രക്റ്റഡ് യൂസിങ് കാലോറിത്തിക് സിസ്റ്റ് കോമൺലി നോൺ ആസ് സോപ്പ് സ്റ്റോൺ. ഓക്കെ, അപ്പം പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദ്യം വരുവാണ്, എന്താണ് ഹൈ റേസ്ഡ് പ്ലാറ്റ്ഫോംസിൽ സോഫ്റ്റ് സ്റ്റോൺ യൂസ് ചെയ്തിട്ട്
ബിൽഡ് ചെയ്യുന്ന ടെമ്പിൾ ആർക്കിടെക്ചർ ഏത് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചറിലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഡിസൈനിലാണ് വരുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോഴേക്കും അത് ഹോയ്സാല ആർക്കിടെക്ചറിലാണ് വരുന്നതെന്ന് ഓർത്തിരിക്കാം. വിച്ച് ഈസ് സോഫ്റ്റ് ആൻഡ് അമേബിൾ ടു ഇൻട്രിക്കേറ്റ് കാർവിങ്സ്. ഓക്കെ, ആർട്ടിസ്റ്റിക് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മെനി സ്കൾപ്ചേഴ്സ് വിത്തിൻ ദ ടെമ്പിൾസ് ബെയർ ദ സിഗ്നേച്ചേഴ്സ് ഓഫ് ആർട്ടിസ്റ്റ്, എ യൂണിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ ആർട്ട് ഹിസ്റ്ററി. അപ്പോൾ നമുക്കറിയാം ഹൊയ്സാല ടെമ്പിൾസ് ആണെങ്കിലും ചില ടെമ്പിൾസിൽ ഒഡീഷ ബേസ് ചെയ്തിട്ട് ഉള്ളൊരു കണ്ടപ്പ അങ്ങനൊരു പേരിലൊരു ടെമ്പിൾ ഉണ്ടായിരുന്നു. അത് 2-3 years ബാക്കാണ്. അവിടെയുള്ള ഒരു ടെമ്പിളിൽ ആ ടെമ്പിൾ ഈസ് നോൺ ബൈ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം അവിടെ പില്ലേഴ്സിൽ ആ ആർട്ടിസ്റ്റിൻ്റെ പേര് അവർ കൊത്തിവെച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണ്. ഞാൻ കറക്റ്റ് ആ ഒരു ടെമ്പിളിൻ്റെ പേര് ഓർക്കുന്നില്ല, നിങ്ങൾക്കൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം. ഓക്കെ, ആർട്ടിസ്റ്റിക് സിഗ്നേച്ചേഴ്സ് ഒരു ഫീച്ചറാണ് ടെമ്പിൾ ആർക്കിടെക്ചറിൽ. പിന്നെ ഇൻട്രിക്കേറ്റ് കർവിങ്സ് എന്ന് പറയുന്നത് ദ ഡോവേസ് ഓഫ് ദീസ് ടെമ്പിൾസ് ഫീച്ചർ ഇൻട്രിക്കേറ്റ് കർവിങ്സ് ഷോക്കേസിങ് ദ റിമാർക്കബിൾ ക്രാഫ്റ്റ്മാൻഷിപ്സ് ഓഫ് ഹൊയ്സാല ആർട്ടിസ്റ്റ്. ഹിസ്റ്റോറിക്കൽ ടൈം ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ചെന്നകേശ്വര ടെമ്പിൾ അറ്റ് ബേലൂർ അത് 1117 CE അല്ലെങ്കിൽ 11 AD ഇത് ഡ്യൂറിങ് ദ റെയിൻ ഓഫ് കിങ് വിഷ്ണുവർദ്ധന ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 1220 അത് എൻഡ് ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, പിന്നെ ഹൊയ്സാലേശ്വര ടെമ്പിൾ ഇൻ ഹാലബിഡ് അത് കമ്മീഷൻ ചെയ്തത് 1121 CE അത് കമ്മീഷൻ ചെയ്തത്. കേശവ ഇപ്പം ഈ പറയുന്ന ടെമ്പിൾ, ഈ ന്യൂസിലുള്ള ടെമ്പിൾ, സോമനാഥപുരത്തുള്ള ടെമ്പിൾ എന്താണ്, സോമനാഥ ദണ്ഡനായക എന്ന് പറയുന്ന ആളാണ് കമ്മീഷൻ ചെയ്തത്. അത് 1268 CE ഡ്യൂറിങ് ദ റൂൾ ഓഫ് നരസിംഹ III. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, പിന്നെ ഇങ്ങനൊരു യുനെസ്കോ സ്റ്റാറ്റസ് ഒക്കെ വരുമ്പോൾ അതിലുള്ള ടൂറിസം ആൻഡ് ഫ്യൂച്ചർ ഫോക്കസ് എന്താണ്? ഗ്ലോബൽ റെക്കഗ്നിഷനാണ്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് നമുക്കറിയാം, കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഏരിയാസിന് ഒരു ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ കിട്ടുന്ന സംഭവമാണ്. അപ്പം വേൾഡ് ഹെറിറ്റേജ് സ്റ്റാറ്റസ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബ്രിങ് ഗ്ലോബൽ റെക്കഗ്നിഷൻ to these temples and boost tourism in the region, enhancing amenities. Authorities plan to address many concerns raised by UNESCO, focus on improving tourist amenities, including signage and connectivity. Management action plan. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ആക്ഷൻ പ്ലാൻ വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ടു പ്രിസർവ് ആൻഡ് പ്രൊമോട്ട് ദീസ് ഹെറിറ്റേജ് സൈറ്റ്സ്. അപ്പോൾ ഈ ഹെറിറ്റേജ് സൈറ്റ്സിന് യുനെസ്കോ റെക്കഗ്നിഷൻ കിട്ടുന്നതോടെ ആ ഒരു ലൊക്കേഷനിൽ ടൂറിസം ബൂം ചെയ്യും. ഇൻ ടേൺ അവിടെയുള്ള ആൾക്കാർക്ക് തന്നെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അവിടെയുള്ള ലോക്കൽ ഇൻഡസ്ട്രീസ് ബൂം ചെയ്യും, അല്ലെങ്കിൽ ലോക്കൽ ബിസിനസ്സുകൾ ബൂം ചെയ്യും. ഓക്കെ, പിന്നെ ഗവൺമെൻറ് തന്നെ കുറേ മാനേജ്മെൻറ്റ് ആക്ഷൻ പ്ലാനൊക്കെ കൊണ്ടുവരും. അവിടെ കണക്ടിവിറ്റിയും ആൾക്കാരെ കൂടുതൽ എത്താനായിട്ടുള്ള ഫെസിലിറ്റീസും പിന്നെ എന്താണ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും അവരവിടെ ഡെവലപ്പ് ചെയ്യും. അതാണ് അതിൻ്റെ കൂടുതലും നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ അച്ചീവ് ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്കം ഇൻ FATF ഇവാലുവേഷനാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഹാസ് റീസെൻ്റ്ലി അച്ചീവ്ഡ് ആൻ ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്കം ഇൻ ദ മ്യൂച്വൽ ഇവാലുവേഷൻ കണ്ടക്റ്റഡ് ബൈ ദ ഫൈനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഡ്യൂറിങ് 2023 to 2024. Okay, this evaluation assesses the country's efforts to combat money laundering and terrorist financing. ഓക്കെ, അപ്പോൾ FATF എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി മണി ലോണ്ടറിങ് അല്ലെങ്കിൽ ബ്ലാക്ക് മണി ട്രേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെററിസ്റ്റ് ഫണ്ടിങ്ങിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പം ഇതൊരു ഇൻ്റർനാഷണൽ ബോഡിയാണ്. നമ്മൾ ഇതിനകത്ത് ഇവരുടെ ബ്ലാക്ക് ലിസ്റ്റ്, ഗ്രേ ലിസ്റ്റ് അങ്ങനെയുള്ള ലിസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കും. ഇവിടുത്തെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഒബ്സർവർ കൺട്രീസ്, ഇതിൻ്റെ മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസ് അതും കൂടി നമ്മൾ നോക്കും. അപ്പോൾ വാട്ട് ഈസ് FATF? FATF ഈസ് ഗ്ലോബൽ മണി ലോണ്ടറിങ് ആൻഡ് ടെററിസ്റ്റ് ഫൈനാൻസിങ് വാച്ച് ഡോഗ് സെറ്റപ്പ് ഇൻ 1980 ഔട്ട് ഓഫ് എ G7 മീറ്റിംഗ് ഓഫ് ഡെവലപ്ഡ് നേഷൻസ് ഇൻ പാരീസ്. ഇത് 1989 ഇതൊരു വാച്ച് ഡോഗ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് 1989 ഓർത്തിരിക്കുക. ഒബ്ജക്റ്റീവ് എന്താണ്? ഇനിഷ്യലി ഇറ്റ്സ് ഒബ്ജക്റ്റീവ് വാസ് ടു എക്സാമിൻ ആൻഡ് ഡെവലപ്പ് മെഷേഴ്സ് ടു കോമ്പാറ്റ് money laundering. After 9/11 attacks on the US, the FATF in 2001 expanded its mandate to incorporate efforts to combat terrorist financing. ആദ്യമേ എന്താണ്, ഇത് മണി ലോണ്ടറിങ് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത്. ആഫ്റ്റർ 9/11 അറ്റാക്സ് അത് ടെററിസ്റ്റ് ഫൈനാൻസിങ് കൂടി അവർ ഏറ്റെടുത്തു. പിന്നെ April 2012 ഇറ്റ് ആഡഡ് എഫേർട്സ് ടു കൗണ്ടർ ഫൈനാൻസിങ് ഓഫ് പ്രൊലിഫറേഷൻ ഓഫ് വെപ്പൺസ് ഓഫ്
മാസ് ഡിസ്ട്രക്ഷൻ. അതും കൂടി എന്താണ്, വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്, ന്യൂക്ലിയർ വെപ്പൺസ് ആണെങ്കിലും അതെല്ലാം കെമിക്കൽ വെപ്പൺസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഉണ്ടോ, അല്ലെങ്കിൽ അത് മോർ ഫോക്കസ്ഡ് ഓൺ എന്താണ്, കൺട്രി ബേസ് ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ ഇറാൻ അല്ലെങ്കിൽ നോർത്ത് കൊറിയയും ഇറാനും ഒക്കെ ബ്ലാക്ക് ലിസ്റ്റിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർ ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഒക്കെ വിതൗട്ട് പ്രോപ്പർ പെർമിഷൻസ് ഒന്നും ഇല്ലാതെ നടത്തുന്നുണ്ട്. യുറേനിയം എൻറിച്ച്മെൻ്റ് ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോലിഫറേഷൻ വരുമ്പോഴേക്കും അതും ഇവർ ചെക്ക് ചെയ്യും. ഓക്കെ, ഹൂ ആർ ദ മെമ്പേഴ്സ് ആൻഡ് ഒബ്സർവേഴ്സ് ഓഫ് FATF. ഓക്കെ, മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 39 മെമ്പർ ബോഡിയാണ്, റെപ്രസെൻറ്റിംഗ് മോസ്റ്റ് മേജർ ഫൈനാൻഷ്യൽ സെൻറ്റേഴ്സ് ഇൻ ഓൾ പാർട്സ് ഓഫ് ദ ഗ്ലോബ്. ഔട്ട് ഓഫ് 39 members, there are 2 regional organizations, the EU and GCC. Okay, countries that the members of the FATF എന്ന് പറയുന്നത് അർജൻറ്റീന ഉണ്ട്, ഓസ്ട്രിയ, ബെൽജിയം, ബ്രസീൽ, കാനഡ, ചൈന, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, ഹോങ്കോങ്, ചൈന. പിന്നെ ഐസ്ലാൻഡ് ഉണ്ട്, ഇന്ത്യ മെമ്പറാണെന്ന് ഓർത്തിരിക്കുക. അയർലാൻഡ്, ഇസ്രായേൽ, ഇറ്റലി, ജപ്പാൻ, റിപ്പബ്ലിക് ഓഫ് കൊറിയ, ലക്സംബർഗ്, മലേഷ്യ, മെക്സിക്കോ, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ്, നോർവേ, പോർച്ചുഗൽ, റഷ്യ, സൗദി അറേബ്യ, സിംഗപ്പൂർ, പിന്നെ സൗത്ത് കൊറിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, ടർക്കി, ദ UK ആൻഡ് ദ US. ഓക്കെ, ഇന്ത്യ ആൻഡ് FATF എന്ന് പറയുമ്പോൾ ഇന്ത്യ ജോയിൻഡ് വിത്ത് ഒബ്സർവർ സ്റ്റാറ്റസ് ഇൻ 2006 ആൻഡ് ബിക്കേം എ ഫുൾ മെമ്പർ ഓഫ് FATF in 2010. India is also a member of its regional partners, the Asia Pacific Group and the Eurasian Group. ഇത് രണ്ടിലും ഇന്ത്യ മെമ്പറാണ് എന്നും കൂടി ഓർത്തിരിക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ FATFൽ ഇന്ത്യ മെമ്പറാണെന്ന് ചോദിച്ചാൽ FATFൽ ഇന്ത്യ മെമ്പറാണ്. അതിൻ്റെ റീജിയണൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ഏഷ്യ പസഫിക് ഗ്രൂപ്പിലും യൂറേഷ്യൻ ഗ്രൂപ്പിലും ഇന്ത്യ മെമ്പറാണെന്നും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഗ്രേ ആൻഡ് ബ്ലാക്ക് ലിസ്റ്റ് ഓഫ് ദ FATF. ഓക്കെ, FATF എന്ന് പറയുന്നത് ഒരു പ്ലീനറി മീറ്റിംഗ്സ് ട്രൈ ആനുവലി ഇൻ ജൂണിലും ഫെബ്രുവരിയിലും ഒക്ടോബറിലും നടത്തും. ഓക്കെ, മ്യൂച്വൽ ഇവാലുവേഷൻ റിപ്പോർട്ട്സ് ഓരോ കൺട്രീസിനെ റിവ്യൂ എന്നാണ്. ഇഫ് എ കൺട്രി അപ്പിയേഴ്സ് ടു ഹാവ് എ മേജർ ഡെഫിഷ്യൻസീസ് ഇൻ ഈ ഇതിൽ ഇറ്റ് ഈസ് പുട്ട് ഓൺ എ ലിസ്റ്റ് ഓഫ് ജൂറിസ്ട്രിക്ഷൻസ് അണ്ടർ ഇൻക്രീസ് മോണിറ്ററിങ്, അല്ലെങ്കിൽ ഒരു ഗ്രേ ലിസ്റ്റിൽ വരും. അപ്പോൾ ഈ ഗ്രേ ലിസ്റ്റിലാണ്, ഇത് നേരത്തെ നമ്മൾ പാകിസ്ഥാനൊക്കെ ഗ്രേ ലിസ്റ്റിലായിരുന്നു. ഓക്കെ, ഇഫ് ഇറ്റ് ഫെയിൽസ് ടു അഡ്രസ് ദ FATF കൺസേൺ ഇറ്റ് ഈസ് പുട്ട് ഇൻ ഹൈ റിസ്ക് ജൂറിസ്ട്രിക്ഷൻ ലിസ്റ്റ്. അപ്പോൾ ആ ലിസ്റ്റാണ് ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം AML അല്ലെങ്കിൽ CFT എന്ന് പറയുന്നത് ആൻറ്റി മണി ലോണ്ടറിങ് ഓർ കോമ്പാറ്റിംഗ് ഓഫ് ഫൈനാൻസിങ് ഓഫ് ടെററിസം, അതാണ് അവർ നോക്കുന്നത്. അപ്പോൾ അത് എന്താണ്, പ്രോപ്പറായിട്ടല്ല, അതിൽ കുറച്ച് ഡെഫിഷ്യൻസീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ഗ്രേ ലിസ്റ്റ് ഇടും. ഹൈലി ആയിട്ടുള്ള രീതിയിലാണ് ഇത് പോകുന്നതെങ്കിൽ എന്ത് പറ്റും, ഇതിനെ ബ്ലാക്ക് ലിസ്റ്റിലോട്ട് ഇടും. To be pulled out of the grey list, a country has to fulfill the task recommended by FATF. For instance, confiscating properties of individuals associated with terrorist groups. പിന്നെ if FATF is satisfied with progress, it removes the country from the list. അപ്പോൾ ഈ ഗ്രേ ലിസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഗ്രേ ലിസ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി കൺട്രീസ് വിച്ച് ആർ കൺസിഡേർഡ് എ സേഫ് ഹെവൻ ഫോർ സപ്പോർട്ടിംഗ് ടെററിസ്റ്റ് ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിങ്. പാകിസ്ഥാൻ അതിനൊരു എക്സാമ്പിൾ ആയിരുന്നു. പിന്നെ പാകിസ്ഥാനെ അവർ റിമൂവ് ചെയ്തെന്നൊക്കെ ഉണ്ട്. ഇറ്റ് സെർവ്സ് ആസ് എ വാർണിംഗ് ദാറ്റ് ദ കൺട്രി മേ എൻറ്റർ ദ ബ്ലാക്ക് ലിസ്റ്റ്. ഓക്കെ, ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ദ ബ്ലാക്ക് ലിസ്റ്റ് ഇൻക്ലൂഡ്സ് നോൺ കോപ്പറേറ്റീവ് കൺട്രീസ് ഓർ ടെറിട്ടറീസ് ദാറ്റ് സപ്പോർട്ട് ടെറർ ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ്. ആസ് ഓഫ് നൗ ഇറാനുണ്ട്, നോർത്ത് കൊറിയ ഉണ്ട്, മ്യാൻമർ ഉണ്ട്. ഈ 3 കൺട്രീസാണ് ബ്ലാക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ള കൺട്രീസ്. മ്യാൻമർ റീസെൻ്റ്ലി ആഡഡ് ആയിരുന്നു, കാരണം മിലിറ്ററി കൂപ്പ് 2021 നടന്നു. കോൺസിക്വൻസസ് ഓഫ് ബീങ് ലിസ്റ്റഡ് ഇൻ FATF ലിസ്റ്റ് എന്താണ്, ഇത് എക്കണോമിക് സാങ്ഷൻസ് കൊണ്ടുവരും. അതായത് വേൾഡിലെ മേജർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ FATF-ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് IMF, വേൾഡ് ബാങ്ക്, ADB ഒക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ആ ബാങ്ക്സ് ആണെങ്കിലും ആ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവർ എക്കണോമിക് സാങ്ഷൻസ് ഓരോ കൺട്രീസിൻ്റെ മേലിൽ അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷൻ്റെ മേലിൽ അവർ ഏൽപ്പിക്കും. ഓക്കെ, പ്രോബ്ലം ഈസ് ഗെറ്റിംഗ് ലോൺസ് ഫ്രം സച്ച് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൺട്രീസ്. അതൊരു പ്രോബ്ലംസ് ആവും. പിന്നെ റിഡക്ഷൻ ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്, ഇൻ്റർനാഷണൽ ബോയ്ക്കോട്ടും വരും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിലെല്ലാം ഒരു സ്റ്റാറ്റിക് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. പിന്നെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫസ്റ്റ് ന്യൂസാണ്.
അതും കൂടുതലും എത്തിക്സ് പെർസ്പെക്റ്റീവിലായിരുന്നു നമ്മൾ ആ ഒരു ആൻസർ കണ്ടത്. അത് ആ ഒരു ആർട്ടിക്കിൾ കണ്ടത് ഒരു ആൻസർ റൈറ്റിംഗ് പെർസ്പെക്റ്റീവിൽ. ഓക്കെ, അപ്പം ഓരോ പെർസ്പെക്റ്റീവിലും എത്തിക്സ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ഓരോ കോട്ടുകൾ നോക്കി വെക്കുക. അത് നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ ഹെൽപ്ഫുൾ ആവും. അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.